ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വിശുദ്ധ വാരത്തിലേക്ക് കടക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണങ്ങളും നടക്കും. ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കും. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആൻമരിയ സണ്ണി എറണാകുളത്ത് നിന്ന്, മേഘ്ന മുരളി പാളയത്ത് തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം വർഷ ഗിരീഷ് കോഴിക്കോട് ദേവമാത കത്തീഡ്രലിൽ നിന്നും ചേരും. ആദ്യം മേഘ്ന മുരളിയിലേക്കാണ് പോകുന്നത്. മേഘ്ന, പാളയം സെന്റ് ജോസഫ് പള്ളിയിലാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഈ ഓശാന ഞായർ പ്രാർത്ഥനകളും ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ടോ? എപ്പോഴേക്കാണ് പ്രദക്ഷിണം? 16 വ്യാഴാഴ്ച രാവിലെ 9 മണി വരെ ആയിരിക്കും. ഗുഡ് മോർണിംഗ് ഗോകുൽ ദില്ല. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലാണ്. ഇവിടെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജോ നെറ്റോ ആണ് മുഖ്യ കാർമ്മികത്വം ഇവിടുത്തെ ചടങ്ങുകൾക്ക് വഹിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സാധാരണ ഞായറാഴ്ചകളിൽ നടക്കുന്ന കുർബാന ചടങ്ങുകളാണ്. 7 മണിയോടുകൂടിയായിരിക്കും ഓശാന ഞായറിന്റെ പ്രത്യേക ശുശ്രൂഷകളും അതുപോലെ തന്നെ ചടങ്ങുകളും ആരംഭിക്കുക. ആദ്യം തന്നെ കുരുത്തോല പ്രദക്ഷിണം നടക്കും. അതിനുശേഷമായിരിക്കും പ്രാർത്ഥനാ ചടങ്ങുകളടക്കം പാളയം പള്ളിയിൽ നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആഘോഷിക്കുന്നു. അതിൽ പ്രധാനമായും ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ വാരത്തിന് മുന്നോടിയായിട്ടുള്ള ജെറുസലേം യാത്രയും അതുപോലെ തന്നെ കഴുതപ്പുറത്തുള്ള യാത്രയും അവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കുരുത്തോലകളും അതുപോലെ തന്നെ ഒലിവ് ചില്ലകളും വെച്ച് യേശുവിനെ സ്വീകരിച്ചതിന്റെയും ഓർമ്മയാണ്, അല്ലെങ്കിൽ അത് ഓർമ്മ പുതുക്കുന്ന രീതിയിലാണ് എല്ലാ തവണയും ഈസ്റ്ററിന് മുന്നോടിയായി അവസാനത്തെ ഞായറാഴ്ച ഓശാന ഞായർ ആഘോഷിക്കുന്നത്. അതിനു മുന്നോടി എല്ലാ വിശ്വാസികളും തന്നെ ഇപ്പോൾ തന്നെ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് തിരുവനന്തപുരം ജില്ലയുടെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും എല്ലാ പള്ളികളിലും ഇത്തരത്തിൽ ഓശാന ഞായർ ആചരണം വിശുദ്ധവാര ആഘോഷത്തിന്റെ തുടക്കം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും 7 മണിയോടുകൂടി തന്നെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ തന്നെ വിശ്വാസികൾ ഒന്നടങ്കം ഈ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യം കുരുത്തോല പ്രദക്ഷിണവും പിന്നീട് പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഈ ബൈബിളിലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ജെറുസലേം യാത്ര, യേശുക്രിസ്തുവിന്റെ ജെറുസലേം യാത്ര, അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധം എല്ലാ വിശ്വാസികളും കുരുത്തോല പെരുന്നാൾ ആഘോഷിക്കുന്നു, ഓശാന ഞായർ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അതിനു മുന്നോടി തന്നെയാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകളടക്കം നടക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ആഴ്ച എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെസഹ വ്യാഴം വരുന്നു, ദുഃഖവെള്ളി വരുന്നു, അതിനുശേഷം ഈസ്റ്റർ ആഘോഷം വരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകളും വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇവിടത്തേക്കും വിശ്വാസികൾ ഒഴുകിയെത്തുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ, ഈ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആൻമരിയ സണ്ണി എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. ഈസ്റ്റർ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രൈസ്തവർ. ഈ ഓശാന ഞായറോടുകൂടി വിശുദ്ധ വാരത്തിന് തുടക്കമാവുകയാണ്. ഏത് രീതിയിൽ ഇന്നത്തെ പ്രാർത്ഥനകളും ഒരുക്കങ്ങളും? വെരി ഗുഡ് മോർണിംഗ്. ക്രൈസ്തവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പീഡാനുഭവത്തിന്റെ അതോടൊപ്പം തന്നെ സഹനത്തിന്റെയും വിശുദ്ധ വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നു മുതൽ അങ്ങോട്ടേക്ക് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹനത്തിന്റെ നാളുകളാണ് ക്രൈസ്തവർക്ക്. ആദ്യം മേഘന സൂചിപ്പിച്ചതുപോലെ തന്നെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, അതിനുശേഷം ഈസ്റ്റർ, ഈ രീതിയിലേക്കായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളെല്ലാം കടക്കുക. ഈ ദിവസങ്ങൾ അത്രയും നോമ്പുകളെല്ലാം 50 നോമ്പ് എന്നാണ് ക്രൈസ്തവർ അതിനെ സൂചിപ്പിക്കുന്നത്. ആ 50 നോമ്പും സഹിച്ചുകൊണ്ട് അവർ യേശുവിന്റെ പീഡാനുഭവ നാളുകളിലേക്ക് അടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലാണ്. ഇവിടെയാണ് സിറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലുള്ള ഓശാന ഞായറാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 7 മണിയോടുകൂടിയായിരിക്കും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. 7 മണിക്ക് കുരുത്തോലകൾ കയ്യിലേന്തി അതിനുശേഷം പ്രദക്ഷിണമുണ്ടാകും. ആ പ്രദക്ഷിണത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് ആരംഭം കുറിക്കും. ഇങ്ങനെയാണ് എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നത്. തിരുക്കർമ്മങ്ങൾ ഏത് പള്ളിയിലാണെങ്കിൽ പോലും ഈ രീതിയിലായിരിക്കും. ആദ്യം ഒരു കുരുത്തോല, യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സൂചകമായിട്ടുള്ള ആ സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ കുരുത്തോലകൾ കയ്യിലേന്തി യേശുവിനെ സ്വീകരിച്ചതുപോലെ തന്നെ അതിന്റെ പ്രതീകമായിട്ട് കയ്യിൽ കുരുത്തോലകളേന്തി അവർ പ്രദക്ഷിണമുണ്ടാകും. ആ പ്രദക്ഷിണ ശേഷം പ്രധാന കാർമ്മികനായിട്ട് വരുന്നത് മാർ റാഫേൽ തട്ടിലാണ്. റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ പ്രധാന കവാടത്തിലൂടെ പള്ളിക്കുള്ളിലേക്ക് കടന്ന് അൾത്താരയിൽ കയറി വിശുദ്ധ കുർബാനയ്ക്ക് ആരംഭം കുറിക്കും. അതിനുശേഷം വിശുദ്ധ കുർബാന മധ്യയുള്ള ഓശാന ഞായറാഴ്ചയുടെ സന്ദേശമുണ്ടാകും. ഈ രീതിയിലായിരിക്കും ഓശാന ഞായറാഴ്ചകളൊക്കെ
നടക്കുക. ഈ പള്ളിയെ സംബന്ധിച്ച് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടുള്ളത്, എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് അടഞ്ഞുകിടക്കുന്ന പള്ളിയാണ്. ഇതിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ അടുത്ത നാളുകളിലാണ് പള്ളി തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടത്താം എന്നുള്ളത് ഈ സഭ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വിശുദ്ധ കുർബാന മധ്യ, അതായത് സിനഡ് കുർബാന നടത്താം എന്നുള്ള കാര്യം അത് കോടതിയുടെയും അതോടൊപ്പം തന്നെ ഈ നടന്ന ചർച്ചകളിലെല്ലാം തീരുമാനമായിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഈ ഓശാന ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ പള്ളി അടഞ്ഞു കിടന്നതിന് ശേഷം ഉള്ള ആദ്യ ഓശാന ഞായറാഴ്ച കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ സെന്റ് മേരീസ് ബസലിക്കയ്ക്കുണ്ട്. മറ്റൊരു കാര്യം, അത് വരാപ്പുഴ സെന്റ് മേരീസ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വെച്ചായിരിക്കും വരാപ്പുഴ അതിരൂപത മെത്രാനായിട്ടുള്ള ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാന, അതായത് ഓശാന ഞായറാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പൊൻപള്ളി സെന്റ് ജോർജ് പള്ളിയിൽ ബസോലിയസ് ജോസഫ് ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലുള്ള ഓശാന ഞായറാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ അത് രാവിലെ 6 മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 7 മണിയോടുകൂടി പള്ളിയുടെ അങ്കണത്തിലേക്ക് ആളുകളെല്ലാം വിശ്വാസികളെല്ലാം എത്തിത്തുടങ്ങും. അതിനുശേഷം കുരുത്തോല പ്രദക്ഷിണത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് തുടക്കമാകും. അങ്ങനെ വിശുദ്ധ വാരത്തിലേക്ക് കടക്കും. ക്രിസ്ത്യാനികളുടെ പീഡാനുഭവത്തിന്റെയും സഹനത്തിന്റെയും നാളുകളിലേക്കായിരിക്കും ഇനി ഈ വരുന്ന ഒരാഴ്ച അത് കടക്കുന്നത്. 50 നോമ്പിന്റെ അവസാന ആഴ്ചകളാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കഠിന വ്രതത്തിലാണ്, നോമ്പിലാണ്. അത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ നിരതമായ ഒരു നാളുകളാണ് കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇനി പീഡാനുഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ആഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഒപ്പം ഇന്ന് ഓശാന ഞായർ വലിയ ആഘോഷമായി എല്ലായിടത്തും കൊണ്ടാടുകയാണ്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് വർഷ ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. വർഷ, ദേവമാതാ പള്ളിയിൽ ആരാണ് ഈ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്? എപ്പോഴത്തേക്കാണ് പ്രദക്ഷിണം തുടങ്ങുക? ഗുഡ് മോർണിംഗ് ഗോകുൽ ദില്ല. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലാണ്. ഇവിടെ 7:30 തിരുകർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ഇവിടെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആദ്യം 7:20 കൂടി ഇവിടെ തൊട്ടടുത്തുള്ള സെന്റ് വിൻസെന്റ് ഹോമിൽ നിന്നാണ് കുരുത്തോല വെഞ്ചരിപ്പ് നടക്കുന്നത്. ശേഷം വിശ്വാസികളെല്ലാം പ്രദക്ഷിണമായി ഈ ദേവമാതാ കത്തീഡ്രലിലേക്ക് എത്തും. ശേഷം ഇവിടെ നിന്ന് ബിഷപ്പിന്റെ സന്ദേശം ഉൾപ്പെടെ ഉണ്ടാകും. പിന്നീട് നീണ്ട കുർബാനയാണ്. ഇന്ന് പതിവിന് വിപരീതമായി കുർബാന അല്പനേരം കൂടെ നീളുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ പുതുക്കി വിശ്വാസികളെല്ലാം കുരുത്തോലകൾ ഏന്തി അല്പസമയത്തിനകം തന്നെ ഈ ദേവമാതാ കത്തീഡ്രലിലേക്ക് വരും. 7:30 കൂടി ചടങ്ങുകൾക്ക് ആരംഭമാവുകയാണ്. നമുക്കറിയാം ഇനി വരുന്നത് ഒരു വിശുദ്ധ വാരമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു വാരമാണ് വരുന്നത്. ശേഷം ഇനി പ്രസവവ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള ഒരു വാരം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ എല്ലാം ഒരു തുടക്കമാണ് ഈ ഒരു ആഴ്ച, ഈ ഒരു വാരത്തിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് വിശ്വാസികൾ എത്തും. ദേവമാതാ കത്തീഡ്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ഒരുപാട് പേർ വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരിടമാണ്. അല്പസമയത്തിനകം തന്നെ ഈ സെന്റ് വിൻസെന്റ് ഹോമിലേക്ക് കൂടുതൽ പേര് എത്തിച്ചേരും. അവിടെ നിന്നും കുരുത്തോലകൾ ഏന്തിയാണ് വിശ്വാസികൾ ഈ കാണുന്ന ഈ ദേവമാതാ കത്തീഡ്രലിലേക്ക് എത്തുക. ശേഷം ഇവിടെ നിന്ന് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. സന്ദേശം ഉൾപ്പെടെ നൽകും. ദിൽന, ഗോകുൽ. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.